ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ഒരു ചെറിയൊരു ടാർഗറ്റാണ് സെറ്റ് ചെയ്തത്, ഒരു 100 പോയിന്റ്. പക്ഷേ നമുക്ക് ടാർഗറ്റിന് മേളിൽ നമുക്ക് ഇന്നത്തെ ട്രേഡിൽ എടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് 21 ജനുവരി 2025 അപ്പം ഇന്ന് നിങ്ങൾക്ക് മോർണിംഗിൽ ചാർട്ട് നോക്കുമ്പോൾ അറിയാം, നല്ലൊരു ഫാള് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശം നിഫ്റ്റി തന്നെ ഏകദേശം ഒരു 500 പോയിൻറ്റ്സിനടുത്ത് ഫാൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു 650 പോയിൻറ്റും. അപ്പം അങ്ങനെ അത്രയും ഫാൾ ഉണ്ടായിരുന്ന ശേഷം വീണ്ടും നമ്മൾ ഡൗൺ സൈഡിലായിട്ട് നോക്കല്ലേ, കാരണം ആ സമയം ഈ സെക്ടേഴ്സ് എല്ലാം ട്രേഡ് ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ട് റേഞ്ചിലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ബൈയിങ് നമുക്ക് വിത്ത് ഹെവി വോളിയത്തോടെ അല്ലെങ്കിൽ ഹെവി മൊമെൻറ്റത്തോടെ നമുക്ക് കൂടി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം രാവിലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഫാളായി. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു വോളിയം അഡീഷൻ നടന്നു. അപ്പോൾ തന്നെ ഞാനൊരു റിവേഴ്സ് പ്രതീക്ഷയാണ്. പക്ഷേ കുറച്ചുകൂടെ കൺസോൾട്ടേഷനാണ് അവിടെ നടന്നത്. അപ്പോൾ ഞാനൊരു പ്രൈസ് മാനിപ്പുലേഷന് വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ശേഷം ഞാൻ എൻട്രി എടുത്തിട്ട് ഞാൻ ഉദ്ദേശിച്ച എനിക്ക് കൃത്യമായിട്ടുള്ള ഷാർപ്പ് എൻട്രി കിട്ടിയില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസിൽ നിന്നും ഒരു 10-15 പോയിന്റ്സോളം താഴെ പോയി. പക്ഷേ ഞാൻ ആ ട്രേഡ് ഞാൻ എക്സിറ്റ് അടിച്ചില്ല. ആദ്യം ഒരു 3000-4000 രൂപ ലോസ് കാണിച്ചു. ഓക്കെ, എന്നാലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പ്രീമിയം നല്ല രീതിയിൽ ബൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ച്, അതായത് കോളിൻ്റെ പ്രീമിയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ട്രേഡ് സ്റ്റോപ്പ് ലോസിൻ്റെ താഴെ ട്രേഡ് ചെയ്തിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യാത്തത്. കാരണം എനിക്ക് നല്ല രീതിയിൽ പ്രീമിയം കയറി വരുന്നുണ്ടായിരുന്നു കോളിൻ്റെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയയും കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോപ്പ് ലോസിന് താഴെ ട്രേഡ് ചെയ്തിട്ട് ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്തത്. ശേഷം മാർക്കറ്റ് വീണ്ടും ഒന്ന് ഡൗൺ ആയിട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ നടന്ന ശേഷം ഹെവി മൊമെൻറ്റത്തിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിലോട്ട് പോയി. ഓക്കെ, അപ്പം ഇന്നത്തെ ട്രേഡ് അതായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിനെ നമ്മൾ വിശ്വസിക്കുക. അത് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ 10ൽ ഒരു 7 ട്രേഡും സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ 10ൽ 6. ഓക്കെ, അപ്പം 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും, നമുക്ക് ആ റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. അപ്പം കറക്റ്റായിട്ട് തിയോറിറ്റിക്കലി ഇത് പോസിബിൾ ആകും, പ്രാക്ടിക്കലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. പക്ഷേ അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കീപ്പ് പ്രാക്ടീസിങ് ഓൺ ഇറ്റ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും ട്രേഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നല്ല മൊമെൻറ്റം കിട്ടുന്ന ട്രേഡ്സ് എല്ലാം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.